എന്നെ തൊട്ടാൽ ടെഹ്റാനിലേക്ക് 1000 മിസൈലുകൾ പാഞ്ഞെത്തും. എന്നെ ലക്ഷ്യമിട്ടാൽ ഇറാൻ അവിടെ തീക്കടലാകും. ചുട്ട് ചാമ്പലാക്കാൻ മിസൈലുകൾ സജ്ജമാണ് എന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളെ തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാവുകയാണ്. ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ എടുത്തു പറയുകയാണ്. അതായത് ട്രംപ് ഇവിടെ ഇറാനിന് നേരെ വ്യക്തമായ ഭീഷണിയാണ് മുഴക്കുന്നത്. വാക്കുകളുടെ പോരാട്ടം അതിര് കടന്ന് നേരിട്ടുള്ള ഭീഷണികളിലേക്കും മുന്നറിയിപ്പുകളിലേക്കും നീങ്ങുമ്പോൾ ഇവിടെ വലിയ ആശങ്കയാണ് ഇപ്പോൾ ലോകത്തിന് ഇവിടെ ഉണ്ടാകുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് തനിക്കെതിരെ വധശ്രമം ഉണ്ടായാൽ അതിന് അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിൽ നിന്ന് ഭീഷണി നേരിട്ടാൽ രാജ്യവ്യാപകമായ സൈനികാക്രമണം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വലിയ തോതിൽ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് ശേഷിയുണ്ടെന്നും അതിനുള്ള സൈനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടിരിക്കുകയാണ് എന്നും തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ട്രംപ് ഇറാന് ശക്തമായ ഭാഷയിൽ ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഭീഷണിയുള്ളവരുടെ പട്ടികയിൽ താൻ വളരെ കാലമായി തന്നെ 1ാം സ്ഥാനത്തുണ്ടെന്നും എന്നാൽ നിലവിൽ ഉടനടി തന്നെ വധശ്രമം ഉണ്ടാകുമെന്ന തരത്തിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്നും ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അതിനിടെ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ ഫണ്ട് മാനേജർക്കും നിരവധി എക്സ്ചേഞ്ച് കമ്പനികൾക്കും US വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടെ തന്നെ ട്രംപിനെതിരെ കടുത്ത പ്രതിഷേധവും ശത്രുതാപരമായ മുദ്രാവാക്യങ്ങളും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇത്തരമൊരു പ്രതികരണം. താൻ ഏറെക്കാലമായി തന്നെ ഇറാന്റെ ഭീഷണി പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് എന്നും എന്നാൽ നിലവിൽ ഉടനടി തന്നെ വധശ്രമത്തിനുള്ള എല്ലാം വ്യക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും അതേസമയം ഇറാനെ ഒരു കാരണവശാലും ആണവായുധ ശേഷിയുള്ള രാജ്യമാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് അമേരിക്ക വീണ്ടും ആവർത്തിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. അത് മാത്രമല്ല സൈനിക മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ അവിടെ സാമ്പത്തിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയാണ് വാഷിംഗ്ടൺ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തന്നെ അവിടെ വിലയിരുത്തപ്പെടുന്ന മുജ്തബ ഖൊമേനിയുമായി ബന്ധമുള്ള സാമ്പത്തിക ശൃംഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക പുതിയ ഉപരോധങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫണ്ട് മാനേജർക്കും നിരവധി സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും എക്സ്ചേഞ്ച് കമ്പനികൾക്കും അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ ദുർബലപ്പെടുത്തുകയും അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഇതോടുകൂടി തന്നെ സൈനിക സമ്മർദ്ദവും സൈനിക ഉപരോധവും ഒരേ സമയം നേരിടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ടെഹ്റാന്റെ മുന്നിലുള്ളത്. ഇതിനിടെ തന്നെ അമേരിക്കയുടെ പുതിയ മുന്നറിയിപ്പുകളോടും ഉപരോധങ്ങളോടും ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ സംഘർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വഴിയാണോ തുറക്കപ്പെടുന്നത്, അതോ നയതന്ത്ര ചർച്ചകളുടെ സാഹചര്യം നിയന്ത്രണാതീതമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ പ്രാധാന്യമായി തന്നെ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.